ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 5 ചെറിയ സൈസിലുള്ള വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു പിടി അളവിൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളിയെ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നീളത്തിനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ വെണ്ടയ്ക്കയും നമുക്ക് ചെറുതായിട്ടൊന്ന് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കയും ചെറിയ ഉള്ളി ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ചിരകിയ ശേഷം ഒന്ന് മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ തേങ്ങ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി, അധികം മൂപ്പിച്ചെടുക്കേണ്ടതില്ല. അപ്പോൾ നമ്മളിന്ന് വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും കൊണ്ടുള്ള ഒരു തീയലാണ് തയ്യാറാക്കി കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കറിയാണ്. അപ്പോൾ ഞാനവിടെ തേങ്ങ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് അടിച്ചെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തൊന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തേങ്ങ ഇവിടെ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് തേങ്ങ നല്ലതുപോലെ വറുത്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഇവിടെ വെട്ട അടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് നല്ലതുപോലെ തെളിഞ്ഞ് കാണാൻ പറ്റാത്തത്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ചൂടാറിയ ശേഷം അരച്ചെടുക്കാം. അപ്പോൾ ഞാനവിടെ കറി വയ്ക്കാൻ വേണ്ടി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് മതി കേട്ടോ. ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി വെണ്ടയ്ക്ക ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ആ ഒരു എണ്ണയിൽ കിടന്ന് അതൊന്ന് ചെറുതായിട്ടൊന്ന് വയന്ന് കിട്ടണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനവിടെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഞാനവിടെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ കറിക്ക് വെച്ചിട്ട് 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാനവിടെ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അധികം വെന്ത് ഉടഞ്ഞ് വരണ്ട. ഈ ഒരു പരുവത്തിൽ നമ്മൾക്ക് കറിക്ക് വെന്ത് കിടത്തിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ കറി ഇവിടെ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കടുകും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് കടുക് താളിച്ചതാണ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൻ വേർഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നുപോലെ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.